ഹായ്, ഞാൻ റീന വി ജോർജ്. ഒരു ഹയർ സെക്കൻഡറിയിൽ നിന്ന് പ്രിൻസിപ്പലായി റിട്ടയർ ചെയ്ത വ്യക്തിയാണ്. ഏകദേശം 29 വർഷത്തെ അധ്യാപന പരിചയവുമുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിലെ വാർത്തകൾ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഭയം തോന്നുന്നുണ്ട്. നമ്മുടെ സമൂഹം, പ്രത്യേകിച്ച് പുതിയ തലമുറ എങ്ങോട്ടാണ് പോകുന്നത്? കൊലപാതകങ്ങൾ കുട്ടിക്കളികളായിരിക്കുന്നു. റാഗിംഗ് കൊലപാതകത്തിലും ആത്മഹത്യയിലും അവസാനിക്കുന്നു. ചെറിയ ചെറിയ കലഹങ്ങൾ കൊലപാതകങ്ങളിൽ അവസാനിക്കുന്നു. ലഹരി ഉപയോഗം അമിതമായ രീതിയിൽ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നു. നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രി ഡെവിൾസ് ഓൺ കൺട്രിയായി മാറുകയാണോ? ആരാണിതിൻ്റെ ഉത്തരവാദികൾ? വിദ്യാർത്ഥികളാണോ? അധ്യാപകരാണോ? പാരൻസ് ആണോ? അതോ നമ്മുടെ സമൂഹമാണോ? അതോ ഭരണാധികാരികളാണോ? നാം ഉറക്കെ ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. ഞാൻ പ്രിൻസിപ്പലായിരുന്ന കാലത്ത് പല പ്രശ്നങ്ങൾക്കും പാരൻസിനെ വിളിക്കുമ്പോൾ ഏകദേശം 50% അതിലുപരിയായോ പാരൻസ് കുട്ടികളുടെ സൈഡ് ചേർന്ന് അവരുടെ തെറ്റുകളെ ന്യായീകരിക്കുന്നത് കണ്ടിട്ടുണ്ട്. പലപ്പോഴും ചെറിയ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ്, അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കാണാറ്. അപ്പോൾ ഞാൻ മനസ്സിൽ ഓർക്കാറുണ്ട്, ഇത് അവർക്ക് തന്നെയുള്ള പണിയാണ്, അവർക്ക് തന്നെ തീർച്ചയായും ഇത് തിരിച്ചു കിട്ടുമെന്ന്. ഞാൻ പലപ്പോഴും അത് അവരോട് സൂചിപ്പിക്കാറുമുണ്ട്. ആ കുട്ടികളാണ് അവരെ കൺട്രോൾ ചെയ്യുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കുട്ടികളെ തല്ലി വളർത്തണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ അവരിലേക്ക് വാല്യൂസ് എത്തിക്കണം. അത് ബലമായി തന്നെ അവരിൽ വളരുകയും വേണം. കുട്ടികൾ തെറ്റ് ചെയ്താൽ അത് തീർച്ചയായും അവരെ ബോധ്യപ്പെടുത്തുകയും ചൂണ്ടിക്കാണിക്കുകയും വേണം. മാതാപിതാക്കൾക്കും അധ്യാപകർക്കും തീർച്ചയായും അതിന് ബാധ്യതയുണ്ട്. പക്ഷേ ഇന്ന് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു പോലുമില്ല എന്നതാണ് വാസ്തവം. തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് അവർക്ക് ബോധ്യമാകത്തക്ക വിധമുള്ള ശിക്ഷകളും ബോധവൽക്കരണവും തീർച്ചയായും ആവശ്യമാണ്. അവരുടെ കോൺഫിഡൻസ് തകർക്കപ്പെടുന്ന രീതിയിലുള്ള ശിക്ഷകളല്ല, പക്ഷേ തെറ്റുകൾ അവർ തീർച്ചയായും മനസ്സിലാക്കണം. അത് വീണ്ടും ആവർത്തിക്കരുത്. പക്ഷേ ഏറ്റവും ശോചനീയമായ കാര്യം സമൂഹം തന്നെ അതിൽ നിന്ന് പിന്നോക്കം പോകുന്നു എന്നതാണ്. ബാലാവകാശങ്ങളുണ്ട്, പക്ഷേ നന്നായി വളരാനുള്ള സാഹചര്യവും അവരുടെ അവകാശമല്ലേ? തെറ്റിലേക്ക് പോകുന്ന കുട്ടിയെ അധ്യാപകർ എന്തു ചെയ്യണം? അവരെ ഒന്ന് ഉപദേശിക്കാൻ പോലും ഇന്ന് അധ്യാപകർക്ക് ഭയമാണ്. ഉപദേശിച്ചാൽ അത് മാനസിക പീഡനമായി, പിന്നെ കേസായി, അങ്ങനെ പല പ്രശ്നങ്ങളായി അവർ അപമാനിതരാകുന്ന ഒരു അവസ്ഥ. അപ്പോൾ എന്താണ് സംഭവിക്കുക? വളരെയേറെ വ്യാകുലതയോടെ അവർ കൈകെട്ടി നിൽക്കുകയേ നിവൃത്തിയുള്ളൂ. ഇന്നത്തെ സാഹചര്യത്തിൽ വളരെയേറെ വേവലാതിപ്പെടുന്ന ഒരു വിഭാഗമാണ് അധ്യാപകർ. ഈവൻ പോലീസ് വിഭാഗം പോലും കുട്ടികളുടെ കാര്യത്തിൽ നിസ്സഹായരാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സമൂഹത്തിൻ്റെ അറിവില്ലായ്മയിൽ ഊന്നിയ അമിത വാത്സല്യമാണ് കാരണം. പാരൻസോ 1-2 കുട്ടികളല്ലേ ഉള്ളൂ, അവരെന്തെങ്കിലും ചെയ്യട്ടെ, അവർ ചോദിക്കുന്നതെല്ലാം നൽകി കുട്ടികളാൽ കൺട്രോൾ ചെയ്യപ്പെട്ട് ഒരുതരം സെർവൻ പാരൻറ്റിങ്. കുട്ടികളുടെ തെറ്റുകളെ എതിർക്കാനും ചൂണ്ടിക്കാണിക്കാനും ശിക്ഷിക്കാനും അവർക്ക് ഭയമാണ്. എന്തെങ്കിലും നെഗറ്റീവായി സംഭവിച്ചാലോ, ഇതാണ് അവരുടെ ചിന്ത. അവരും ഒരുതരം ഹെൽപ്ലെസ്നെസ് അനുഭവിക്കുന്നു എന്നത് വസ്തുതയാണ്. റിസൾട്ട് എന്താണ്? യാതൊരു ഉത്തരവാദിത്വ ബോധവുമില്ലാത്ത, ഞാനാണ് ഏറ്റവും വലുത്, എല്ലാവരും എനിക്ക് വേണ്ടിയാണ്, തെറ്റേത് ശരിയേത് എന്നറിയാത്ത, എൻ്റെ സുഖമാണ് ഏറ്റവും പ്രധാനം എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു തലമുറയുടെ ഉയർന്നുവരവ്. എമ്പതി എന്നത് തീരെയില്ലാത്ത, വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു തരം അവസ്ഥ. ഇന്ന് നടക്കുന്ന
പല ആനുകാലിക സംഭവങ്ങളും ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇവിടെ സമൂഹവും ഭരണാധികാരികളും കോടതികളും ഒന്നിച്ച് ഉണർന്നു പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമാണ്. ചിന്താഗതികളും നിയമങ്ങളും കാലാനുസൃതമായി മാറേണ്ടിയിരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ചേർത്ത് പിടിച്ച് നേർവഴി കാണിച്ച് സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം ഓരോരുത്തരും അവരവരുടെ കമൻസ് രേഖപ്പെടുത്തണമെന്ന് താൽപ്പര്യപ്പെടുന്നു. താങ്ക് യു.